എന്താ സംഭവം? സംഭവം എന്താണെന്ന് ഈ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവള് ഒരു കൊച്ചിനെ അങ്ങനെ അബോട്ട് ചെയ്തു, അങ്ങനെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറയാം. നീ ചെയ്തതിന് നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടതാ. നിന്നെ കണ്ട തല്ലാനും തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം നമ്മൾ അറിഞ്ഞിട്ട് പോലും ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ഭാവി ചേട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് അവിടെ തന്നെ കാണും. വഴി തെറ്റി പോയപ്പോഴേ ചേച്ചി വഴി ചോദിച്ചപ്പോഴാണ് ഈ ചേച്ചി ഇന്നോട് ഈ സംഭവം പറയണത്. അവിടുത്തെ നാട്ടുകാരിയാണോ ആരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഹനാന്റെ ഒരു ഇത് കേട്ടത് ഈ സംഭവം. അപ്പം എന്റെ മൈൻഡിൽ ഇപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ കിടക്കുക. അപ്പൊ ഹനാൻ പറഞ്ഞപ്പോഴും ഈ സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞത്. സമാധാനമായല്ലോ. ഒരു കുറെ 10-150 പേര് ഇങ്ങനെ വന്നിട്ട് ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇടുക. അപ്പൊ എനിക്ക് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. രേണുസുതി ഒരു ആളുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു. അയാൾ ഗർഭം ധരിക്കുകയും അതിനകത്ത് അബോർഷൻ ചെയ്തു എന്നൊക്കെ. ഒന്നുകൂടെ ആലോചിച്ചിട്ടെടുത്ത് ചാടിയാ മതിയായിരുന്നു. ഒന്നും മിണ്ടായിരിക്കുന്ന ബന്ധം ഉണ്ടാവുക പറഞ്ഞാല് നോർമലി അതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല. പറയാൻ പറ്റത്തില്ല. ആടിക്കളിക്കുന്ന മനസ്സാണല്ലോ മാർക്കൊക്കെ. നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അതൊക്കെ ഓരോ ആൾക്കാരെ മെന്റാലിറ്റി അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ മൈൻഡാണ്. എനിക്ക് ചിലപ്പോൾ അതിന് താല്പര്യം ഉണ്ടായിരിക്കില്ല. നമുക്ക് വേറെ ഒരാളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരാളോട് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. പക്ഷെ ആ നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അതാ ഇഷ്ടമെങ്കിൽ അവർ ജീവിക്കും. നമ്മൾ അവരെ ആരും ഒന്നും പറയുന്നില്ല. ഇയാൾ പറഞ്ഞൊക്കെ സത്യമാണ് സാർ. യെസ് സാർ. ഫിറോസ് 8 മാസം അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എടോ ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പാടെന്ന്. ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തല്. ആള് കാട്ടിക്കൂട്ടുന്ന പരാക്രമമായതല്ല. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞു. ഈ ചേച്ചി എന്റെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞു. നേരായിട്ട് തന്നെ പറഞ്ഞതാ. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഇതിന്റെ പുറകെ പോകാൻ നേരമില്ല. രേണു എന്നൊരു പറഞ്ഞൊരു വ്യക്തിനെ കൊണ്ട് എനിക്ക് റീച്ച് വേണ്ട. ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. സാറിന് അറിയാമല്ലോ. ഞാൻ വിട്ട കേസാണ്. പിന്നെ നിങ്ങളെ ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ പിന്നെ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാം.